ഈ E20 കാരണം നമ്മുടെ വാഹനങ്ങളുടെ എൻജിൻ കപ്പാസിറ്റി കുറയും, അതേമാതിരി മൈലേജ് കുറയും. ഇതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പബ്ലിക് ഔട്ട്റേജ് ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട്. പക്ഷെ ഗവൺമെൻറ് ഇതിനൊന്നും വലിയ വില കൊടുത്തിട്ടില്ല. അടുത്തത് E13 എഥനോൾ 30% ആക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗവൺമെൻറ് എഥനോൾ ബ്ലെൻഡ് ചെയ്യണതുകൊണ്ടുള്ള 3 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ പറ്റും. ഈ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, CO2, ഇത് നമ്മുടെ ഭൂമിയിൽ ചൂട് കൂട്ടാൻ കാരണം ഈ എഥനോൾ ബ്ലെൻഡിങ് കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാത്രേ. അടുത്ത് കർഷകരെ സഹായിക്കാൻ പറ്റും. കർഷകരെ സഹായിക്കണം എങ്ങനെ? ഈ എഥനോൾ മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അപ്പോൾ ഈ കരിമ്പ് കർഷകർക്ക് അതിൻ്റേതായ ഒരു വിഹിതം കിട്ടൂത്രേ. ഏതൊക്കെ കർഷകനാണ് കിട്ടണമെന്ന് അറിയില്ല. മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും മെയിൻ കാരണം, ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അവിടെ. അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്? റിസർവ് മണി ആയിട്ടുള്ള US ഡോളർ കുറേ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പി കുറച്ചും കൂടി സ്റ്റേബിൾ കണ്ടീഷനിൽ നിൽക്കും. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എഥനോൾ ഉണ്ടല്ലോ, ഈ എഥനോൾ വെറും പെട്രോളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിലും കോസ്മെറ്റിക്സിലും കെമിക്കൽ പ്രൊഡക്റ്റിലൊക്കെ ഈ ഒരു എഥനോൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെഡിസിനിലോ അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സിലോ ഒന്ന് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ എഥനോൾ ഉണ്ടാവും. അപ്പം നമുക്ക് അത്യാവശ്യം എഥനോൾ ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഈ ഇതിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിസിനിലും അതേമാതിരി കോസ്മെറ്റിക്സിലും കെമിക്കൽ പ്രൊഡക്ട്സിലും പിന്നെ പെട്രോളിലൊക്കെ ഉപയോഗിക്കാൻ മാത്രമുള്ള എഥനോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്ന് എഥനോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതും നമ്മൾ മൊത്തം ഇമ്പോർട്ട് ചെയ്യുന്ന എഥനോളിൻ്റെ 90% ഒരു രാജ്യത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ഞാൻ അവസരം തന്നിരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കി ഏത് രാജ്യമായിരിക്കും? 90%. US, അമേരിക്ക. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇമ്പോർട്ട് കുറയ്ക്കുക അല്ലേ? 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 9 മാസം അമേരിക്കയിൽ നിന്ന് 35,39,000 ബാരൽ എഥനോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. മന്ത്ലി 3,93,000 ബാരൽ എന്ന കണക്കിൽ. പക്ഷേ ഇന്ത്യൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന എഥനോൾ നമ്മുടെ പെട്രോളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ മാത്രമേ ഉള്ളൂ പെട്രോളിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഇമ്പോർട്ട് ചെയ്യുന്ന എഥനോൾ എന്ത് ചെയ്യും? ഇവിടെ കെമിക്കൽ പ്രൊഡക്ട്സിലോ ഫാർമസ്യൂട്ടിക്സിലോ ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെഡിസിനിലൊക്കെ ഉള്ള എഥനോളും അതേമാതിരി കോസ്മെറ്റിക്സിലൊക്കെ ഉള്ള എഥനോൾ മിക്സിംഗ് ഒക്കെ. എന്നിട്ട് അതിന് പുറത്തുനിന്ന് സാധനം ഇറക്കുമതി ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന എഥനോൾ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കുക. പെട്രോളിൽ എഥനോൾ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അനാവശ്യമായ കാര്യമാണ്. അതിന് ഈ എഥനോൾ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എഥനോൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുക. ഈ എഥനോൾ എന്ന് പറയുന്നത് പെട്രോളിനേക്കാൾ വില കൂടിയൊരു സാധനമാണ്. ഇവിടെ ഇന്ത്യയിൽ മെയിനായിട്ട് കരിമ്പിൽ നിന്നാണ് എഥനോൾ ഉണ്ടാക്കുന്നത്. ഈ കരിമ്പെല്ലാം പ്രോസസ്സ് ചെയ്ത് എഥനോൾ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ടാക്സ്, മറ്റ് ചിലവുകളെല്ലാം കഴിഞ്ഞ് 71 രൂപ 32 പൈസ പെർ ലിറ്ററിന് വരും. നേരെ മറിച്ച് പെട്രോളിൻ്റെ ബേസ് പ്രൈസ് എത്രയെന്ന് അറിയാമോ? 52 രൂപ 83 പൈസയാണ്. ഇതിൽ ശരിക്കും ആ ടാക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള പെട്രോളിൻ്റെ പ്രൈസിലേക്ക് എത്തുക, 100 രൂപയ്ക്ക് എത്തുക. അപ്പോൾ അതിൻ്റെ ശരിക്കും ബേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 52 രൂപ സംതിങ് ആണ്. അത് മാത്രമല്ല, ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട് ഇന്ത്യക്ക്. അത് ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടുന്നത്. ഈ ബേസ് പ്രൈസിനേക്കാൾ ചെറിയ പൈസ ആവണുള്ളൂ അവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ബേസ് പ്രൈസ് ഇനിയും കുറയാം. ചിലപ്പോൾ ഒരു 48-49 രൂപയൊക്കെ വരുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഉണ്ടാക്കണ എഥനോളിനേക്കാൾ വില കുറവാണ് പെട്രോളിന്. അപ്പോൾ ഇറക്കുമതി ചെയ്യണ എഥനോളിന് എത്ര കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും? അപ്പോൾ US നിന്ന് ഇറക്കുമതി ചെയ്യണ എഥനോളിന് അപ്പോൾ എത്ര കൂടുതൽ ക്യാഷ് ചിലവാക്കേണ്ടി വരും? 3,93,000 ബാരൽ ഇമ്പോർട്ടൻ്റ് എഥനോളിൻ്റെ പകുതി വില ഉണ്ടാവുള്ളൂ 3,93,000 ബാരൽ ക്രൂഡ് ഓയിലിൽ. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം ക്ലൈമറ്റ് ചേഞ്ച് കാരണം പല സ്ഥലത്തും മഴ കൂടി കൃഷി നശിച്ചു പോയി. ചൂട് കൂടിയത് കാരണം കൃഷി നശിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പം ഈ വർഷം ഉൾപ്പെടെ വിളകൾ കുറയും. ചോളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ഇന്ത്യ ഇറക്കുമതി ചെയ്യാണ് എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ചോളത്തിൽ നിന്ന് ഈ എഥനോൾ ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഇറക്കുമതി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആരെയാണ് ഇവർ മണ്ടന്മാരാക്കണത്? ഈ ചോളം ഇനി ഈ പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഇവിടെ പ്രോസസ്സ് ചെയ്ത് എഥനോൾ ഉണ്ടാക്കും. ചിലവ് പിന്നെയും കൂടുതലേ. അപ്പം ഇതൊക്കെ ആർക്കാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പോണത്?
ഏറ്റവും കൂടുതൽ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യണതും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഒരു രാജ്യമാണ് US ആണ്. ചിലപ്പോൾ US തലയിലുണ്ടായ ഒരു സംഭവമായിരിക്കും ഈ എഥനോൾ ബ്ലെൻഡിങ് ഒക്കെ. ലോകത്ത് എഥനോൾ പ്രൊഡക്ഷൻ്റെ 60%, അതേമാതിരി എക്സ്പോർട്ടിങ്ങിൽ 30% US കയ്യിലാണ്. അവിടെ എഥനോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കോണാണ്, ചോളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം US ആണ്. ഈ ചോളം പൊടിച്ച് കഴിച്ചാലും പുഴുങ്ങി കഴിച്ചാലും ശരി, തീരാത്തത്ര ചോളം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് കച്ചവടമാക്കാൻ പറ്റിയൊരു മേഖല അവർ കണ്ടുപിടിച്ചു, എഥനോൾ ബ്ലെൻഡിങ്. ഇപ്പം ഇന്ത്യ 90% എഥനോൾ ഇറക്കുമതി ചെയ്യണത് US നിന്നാണ്. ബാക്കി 10 ബാക്കി രാജ്യങ്ങൾ. എന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ വരുമ്പോഴോ റഷ്യ, ഇറാൻ, അമേരിക്ക, വെനസ്വേല അങ്ങനെ 10 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. 35%. 40% മുകളിലേക്കൊന്നും റഷ്യൻ്റെ ഓയിലേ വാങ്ങിയ ചരിത്രമില്ല. അപ്പോഴാണ് ഒരു രാജ്യത്ത് നിന്ന് 90% എഥനോൾ ഇറക്കുമതി ചെയ്യണത്. ഇത് ചിലപ്പോൾ അമേരിക്കൻ്റെ തലയിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആയിരിക്കാം. അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒരു സാധനം കിട്ടിയില്ലേ, അവരെ ബിസിനസ് വളരെയല്ലേ ആ സാഹചര്യത്തിൽ. അതാണ് പറഞ്ഞത് US തലയിൽ നിന്ന് വന്നതാവാം. അവരൊരു ബിസിനസ് അവിടെ ഇല്ലേ, അവർക്ക് എക്സ്പോർട്ട് ബിസിനസ്സിന് ഉള്ളൊരു സാധ്യതയല്ലേ തുറന്നു കിട്ടുന്നത്. US വല്ല ഭീഷണിപ്പെടുത്തിയോ ഇല്ലേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ വെനസ്വേലേൻ്റെ ഒക്കെ അവസ്ഥ വന്നാലോ. ഇത്ര എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യണ US പോലും E10 അപ്പുറം ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചില സ്റ്റേറ്റിൽ, US ചില സ്റ്റേറ്റിൽ E15 വരെ ഉണ്ട്. E20 അവിടെ ഇല്ല. ഇന്ത്യക്കാരെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം, E20 എന്തെങ്കിലും ഗുണം ഇന്ത്യക്കാർക്ക് കിട്ടുന്നുണ്ടോ? IOC, BPCL, ONGC ഈ കമ്പനികളുടെ ലാഭം കൂടി. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഗവൺമെൻറ് ഓൺഡ് കമ്പനികളാണ്, ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഡിവിഡൻഡ് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ലോകത്തെവിടെ ഇല്ലാത്ത പെട്രോൾ, ഡീസൽ ടാക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ തീരുമാനമായി.